ഭിന്നശേഷി നിയമനത്തിൽ സർക്കാർ അയയുന്നു. ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നവരുമായി ചർച്ചയ്ക്ക് തുറന്ന മനസ്സാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കോടതി വിധികൾക്കനുസരിച്ചാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജനറലിനോട് വീണ്ടും നിയമോപദേശം പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ക്രൈസ്തവ സഭകൾ വിമർശനവുമായി എത്തിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. കാര്യത്തിൽ സർക്കാർ ബഹുമാനപ്പെട്ട കോടതി വിധികൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ എടുത്ത നിലപാടുകൾ നടപ്പാക്കുവാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന പരാതികൾ പരിശോധിക്കുവാൻ സർക്കാരിന് തുറന്ന മനസ്സാണുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ഒരിക്കൽ കൂടി പരിശോധിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. വിമർശനം ഉന്നയിക്കുന്നവർ അടക്കമുള്ളവരോട് ഇക്കാര്യം ചർച്ച നടത്തുവാൻ സർക്കാരിന് തുറന്ന മനസ്സാണ് ഉള്ളത്. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പാണ് ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഈ വിഷയത്തിൽ രംഗത്ത് വന്നത്. അതിനെ പക്ഷേ അന്ന് മന്ത്രി തള്ളുന്ന സമീപനം, ബിഷപ്പിന് വിമർശനവും മന്ത്രി രംഗത്ത് വരികയും ചെയ്തു. ഇന്ന് തൃശൂരിൽ ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം അധ്യക്ഷനായിട്ടുള്ള ദിയോസ്കോറസ് മെത്രാപ്പോലീത്ത സർക്കാരിനെതിരെ വീണ്ടും രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിലാണോ സർക്കാരിനെ ഇത്തരത്തിൽ ഈ തീരുമാനത്തിൽ നിന്ന് അയയാനുള്ള ഒരു സമീപനത്തിലേക്ക് സർക്കാർ എത്തിയത്? അജി, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് ക്രൈസ്തവ സഭകളുടെയും ഒപ്പം തന്നെ മാനേജ്മെന്റുകളുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത്. മന്ത്രി നിയമസഭയിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത്, അതായത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളതായിരുന്നു. അത് വാസ്തവ വിരുദ്ധമാണ്. മാത്രമായി അല്ല സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുള്ളത്. സംവരണം നടപ്പിലാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നുള്ള നിലപാടാണ് ക്രൈസ്തവ സഭകൾ എടുക്കുകയും ചെയ്ത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി ക്രൈസ്തവ സഭകളും ഒപ്പം തന്നെ മാനേജ്മെന്റുകളും ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിക്കും ഇക്കാര്യത്തിലൊരു പരാതി ലഭിച്ചിരുന്നു. ക്രൈസ്തവ സഭകളുടെയും ഒപ്പം തന്നെ മാനേജ്മെന്റിന്റെയും ഒക്കെ മാനേജ്മെന്റുകളുടെയും ഒക്കെ ഭാഗത്തുനിന്നുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ ഈ കടുത്ത നിലപാടിൽ നിന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്, ഒരു കാരണവശാലും സർക്കാരിനെ സമ്മർദ്ദത്തിൽ ആക്കാൻ ശ്രമിക്കേണ്ട, ഇത് നടപ്പിലാക്കുന്നതുമായി മുന്നോട്ട് തന്നെയാണ് പോവുക. ഒപ്പം തന്നെ ഭിന്നശേഷി സംവരണം അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള നിലപാടായിരുന്നു വി ശിവൻകുട്ടിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ചെറുതായി അയയുന്നു എന്നുള്ളതാണ്. ഈ വലിയ പ്രതിഷേധമൊക്കെ കണക്കിലെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി അഡ്വക്കേറ്റ് ജനറലിനോട് ഇക്കാര്യം പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ കൂടി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണവും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തത്. പക്ഷേ വലിയ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അത് വീണ്ടും പരിശോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സംഘടനകളുമായും ഒപ്പം തന്നെ സഭകളുമായും ഒക്കെ ചർച്ചയ്ക്ക് വീണ്ടും തയ്യാറാണ് എന്നുള്ള കാര്യം